ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുന്നു. ഇന്നലെ 97,711 ഭക്തർ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് സന്നിധാനത്തുള്ളത്. ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് പുറമെ മലയാളി ഭക്തരുടെ വരവും കൂടിയിട്ടുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ ഇന്ന് അവധി ദിവസമാണ്. ഒപ്പം ഈ 12 വിളക്കൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും തിരക്കിനി കൂടുന്ന ദിവസങ്ങളാണ്. ഗോകുൽ, തീർച്ചയായും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന ആദ്യ ദിവസം മുതൽ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ആ തിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിവരെ 52,352 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 97,000 ഭക്തരാണ് ദർശനത്തിന് എത്തിയിട്ടുള്ളത്. ഈ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നതോടെയാണ് കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്താൻ കഴിയുന്നത്. പമ്പയിൽ നിന്നുൾപ്പെടെ കൃത്യമായി നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വലിയ സമയമെടുക്കാതെ തന്നെ തീർത്ഥാടകർക്ക് ഇപ്പോൾ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇന്നലെ 97,000 തീർത്ഥാടകർ എത്തി. ഒപ്പം 1000-ലധികം തീർത്ഥാടകർ കാനനപാത വഴി ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇന്നലെ ആയിരുന്നു ശബരിമലയിൽ 12 വിളക്ക്. സാധാരണ ഈ ആദ്യഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരായിരുന്നു കൂടുതൽ എത്തിയതെങ്കിൽ ഇന്നലെ മുതൽ കേരളത്തിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കൂടുതൽ തിരക്കേറുകയാണ്. പക്ഷേ തിരക്ക് വർദ്ധിച്ചാലും അത് കൃത്യമായി പോലീസും ദേവസ്വം ബോർഡും നിയന്ത്രിക്കുന്നുണ്ട്. നിലയ്ക്കലും മറ്റിടങ്ങളിലും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. 5000-ൽ താഴെ സ്പോട്ട് ബുക്കിംഗ് ആണ് ഇപ്പോൾ പ്രതിദിനം അനുവദിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും പല തീർത്ഥാടകരും ആ ദിവസം എത്താറില്ല. പക്ഷേ അങ്ങനെ എത്തണമെന്ന നിർദ്ദേശം ഇപ്പോൾ കർശനമായി നടപ്പാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൃത്യമായി പാസുകൾ, ഈ വെർച്വൽ ക്യൂ വഴിയുള്ള പാസുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ഈ ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴയൊക്കെ തന്നെ സന്നിധാനത്തുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഈ തീർത്ഥാടന കാലത്തെ ബാധിക്കുന്നില്ല എന്നതാണ് നമുക്ക്. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് അതിന്റെ സമയക്രമം അടക്കം ഭക്തർ പാലിക്കണം എന്നതാണ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.